ഹായ് ഹലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയുടെ വ്ളോഗാണ്. വെഡ്ഡിങ് ഡേയുടെ തലേ ദിവസം തന്നെ ഞാൻ കോയമ്പത്തൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴി രാജേട്ടൻ എനിക്ക് സർപ്രൈസ് തന്നതാണിത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തായിരുന്നു സംഭവമായിരുന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നൈറ്റ് അത് മണ്ണാർക്കാട് വെച്ച് കേക്ക് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി. പെരേൻപറ്റ അമ്പലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേക ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്നതൊരു സമാധാനമാണ്, അതൊരു പതിവാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ ചെയ്തു. പിന്നെ ഒട്ടും മുടക്കാത്തൊരു സംഭവമാണ് ഫോട്ടോ എടുക്കൽ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം സമയത്ത് ഞങ്ങൾ നേരെ പോയത് പാലക്കാട് കവയിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കവയിൽ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു മനസ്സിൽ കവ എന്ന് പറയുന്നത് നമ്മളെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒക്കെ ബാക്ക് വശത്തെ പോലെ ആയിരുന്നു. പക്ഷേ അതുപോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. അവിടെ എത്തിയ സമയത്ത് ആ ഭാഗങ്ങളെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേനൽക്കാലത്ത് അങ്ങനെയാണ് നിതിൻജി പറഞ്ഞു തന്നു, കാരണം അവരിതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ മെയിനായിട്ടുള്ളത് ഊഞ്ഞാലാണ് ആടുള്ളത്, അതിലെല്ലാം ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അടുത്തുള്ള അമ്മയുടെ കടയിൽ നിന്ന് നല്ല സ്വീറ്റ് കോണും ചായയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ അവിടെ പഴയ കാലത്തെ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടുള്ളത് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങളെന്നാൽ അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഈ ഒരു ഊഞ്ഞാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ കുറച്ച് ദൂരം നടന്നു കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, നടക്കാൻ നല്ല രസമായിരുന്നു അത് കൂടെ. പിന്നെ കുറച്ച് ദൂരമൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് പോകുന്നത്. അപ്പോഴേക്കും നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. വന്ന വഴി ഒരു ഫോറസ്റ്റുള്ള ഏരിയ ആയതുകൊണ്ട് വല്ലാതെ വഴുകാൻ വേണ്ടി നിന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി അടുത്ത വേനൽക്കാലത്തെങ്ങാനും വരണമെന്നുണ്ട്, കാരണം ഈ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ പാലക്കാട് അപ്പ് ടൗണിലേക്കാണ് പോയത്. അവിടെ പോയ സമയത്ത് അവിടെ തിരക്കാവുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ തിരക്കാവുന്ന സമയമായിട്ടുണ്ടായിരുന്നില്ല. ഒരു 7 മണിയൊക്കെ ടൈമായിരുന്നു. ഞാൻ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നല്ല തിരക്കാവും അവിടെ, ഒരു 9 മണിയൊക്കെ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ